വിശന്ന് കയറി ചെല്ലുമ്പോൾ മനസ്സും വയറും നിറയ്ക്കുന്ന അത്ര ഭക്ഷണം നൽകുന്നവരാണല്ലോ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും. ഭക്ഷണവും ഭക്ഷണ വിതരണക്കാരന്റെ ആതിഥ്യ മര്യാദയും കണ്ട പലരും മടങ്ങും മുൻപ് വെയിറ്റർക്ക് കുറച്ച് പണം ടിപ്പായും നൽകാറുണ്ട്. എന്നാൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള പല റെസ്റ്റോറന്റുകളും നമ്മുടെ നാട്ടിൽ നടത്തിവരുന്ന ചെറിയൊരു കള്ളക്കളിയുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് പൂട്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രാജ്യത്ത് സർവീസ് ചാർജ് എന്ന പേരിൽ ഉപഭോക്താവിൽ നിന്ന് പണം നിർബന്ധമായി ഈടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇക്കാര്യത്തിൽ ഹോട്ടലുകൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സർവീസ് ചാർജോ അത്തരം നിയമത്തിൽ പറയാത്ത ചാർജുകളോ വാങ്ങുന്ന ഹോട്ടലുകൾക്ക് പിഴയും അവരുടെ സൽകീർത്തിക്ക് ദോഷവും സംഭവിക്കുമെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ്. CCPA സ്വമേധയാ രാജ്യത്തെ ഇത്തരത്തിലെ 41 ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു. ദേശീയ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി പരാതിയും തെളിവും ലഭിച്ചതോടെയാണ് ഇത്തരത്തിൽ നടപടി കടുപ്പിച്ചത്. സേവനങ്ങൾക്ക് നിർബന്ധമായും സർവീസ് ചാർജ് വാങ്ങിയിരുന്ന ഹോട്ടലുകളുടെ നടപടിക്കെതിരെ ഉപഭോക്താക്കൾക്ക് ഇതുവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സർവീസ് ചാർജ് കൂടി ചേർക്കുന്ന വിവരം ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നുമില്ല. ഇതിനെതിരെയും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഗുണം അറിയിക്കുന്നതിനുള്ള അവസരമാണ് CCPA നൽകുന്നത്. ഹോട്ടലുകൾ നേരിട്ട് ചിലപ്പോൾ സർവീസ് ചാർജിൽ GST അടക്കം വാങ്ങുന്നത് നിയമവിധേയമേ അല്ല. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെഷൻ 247 പ്രകാരം ഇത് മോശം വ്യാപാര രീതിയാണ്. 2022 ജൂലൈ 4 CCPA ഭക്ഷണ ബില്ലിനൊപ്പം റെസ്റ്റോറന്റുകൾക്ക് സർവീസ് ചാർജ് ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇതിനായി വ്യക്തമായ മാനദണ്ഡങ്ങളും പുറപ്പെടുവിപ്പിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇത്തരത്തിൽ പണമടയ്ക്കാൻ പറയുന്നത് മോശം വിൽപ്പന രീതിയാണ്. CCPA മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ 2025 ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കേസിൽ ഹൈക്കോടതി ഹോട്ടലുകളുടെ ഈ പതിവിനെ തള്ളിക്കളഞ്ഞു. CCPA മാർഗനിർദ്ദേശങ്ങളെ അംഗീകരിച്ച കോടതി നിർബന്ധമായി സർവീസ് ചാർജ് വാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. എല്ലാ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും CCPA ചട്ടം അനുസരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ മിക്ക ഹോട്ടലുകളും വർഷങ്ങളായി ബില്ലിൽ നിശ്ചിത ശതമാനം സർവീസ് ചാർജ് ഉൾപ്പെടുത്താറുണ്ട്. ഇതിനെതിരെ CCPA പ്രത്യക്ഷത്തിൽ നടപടി തുടങ്ങിയിട്ടുണ്ട്. ചില ഹോട്ടലുകളുടെ ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാനും നിർദ്ദേശിച്ചു. കസ്റ്റമർ സ്വന്തം ഇഷ്ടത്തിന് ടിപ്പ് നൽകുന്നത് ഇതിൽ വരില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. കസ്റ്റമർക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് ടിപ്പ് നൽകാം, എന്നാൽ കസ്റ്റമർ സർവീസ് ചാർജ് നൽകാനാവില്ല. ചില ഹോട്ടലുകൾ സ്റ്റാഫ് വെൽഫെയർ ചാർജ് എന്നെല്ലാം പേരുമാറ്റി ബിൽ നൽകുന്നതായും ഉപഭോക്താക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയും നിയമവിരുദ്ധമാണ്. ഒരു കസ്റ്റമറോട് ഹോട്ടൽ അധികൃതർ നിർബന്ധമായി സർവീസ് ചാർജ് അടയ്ക്കാൻ പറഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി പരാതി നൽകാം. ഇതിനായി നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ലൈനിലെ സമീപിക്കുകയോ 1915 എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കുകയോ ചെയ്യാം. വെറും മുന്നറിയിപ്പ് മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ നേരിട്ടുള്ള നടപടി തന്നെയാകും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുണ്ടാകുകയെന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഭക്ഷണ ബില്ലിൽ നിർബന്ധിതമായി സർവീസ് ചാർജ് ചേർക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുകയും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയുടെ ശക്തമായ ഈ നിലപാടിന് പിന്നാലെയാണ് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുകൾക്കെതിരെയുള്ള പരിശോധനകളും നടപടികളും രാജ്യത്തുടനീളം ശക്തമാക്കിയത്. GSTയും സർവീസ് ചാർജും ഒന്നല്ല. GST എന്നത് സർക്കാർ ഈടാക്കുന്ന നിർബന്ധിത തുകയാണ്. എന്നാൽ സർവീസ് ചാർജ് എന്നത് ഹോട്ടലുകൾ സ്വന്തം നിലയ്ക്ക് വാങ്ങുന്ന തുകയാണ്. ഇത് നൽകാൻ ഉപഭോക്താവ് ബാധ്യസ്ഥനല്ല. നിർബന്ധിതമായി ഇത് വാങ്ങുന്നത് അന്യായമായ വ്യാപാര രീതിയായി കണക്കാക്കി ഹോട്ടലുകൾക്കെതിരെ കൺസ്യൂമർ കോടതി വഴി കടുത്ത നടപടിയുണ്ടാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.